കണ്ടു തുടങ്ങി. എങ്ങനെയുണ്ട് ഇന്നത്തെ ബിഗ് ബോസ്, ഇപ്രാവശ്യത്തെ ബിഗ് ബോസ്? ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ സീസൺ പോലെ പോരാ എന്ന് കുറെ പേര് അഭിപ്രായം പറഞ്ഞു കേട്ടു. പക്ഷെ എന്നാലും അതിൽ ചില കണ്ടസ്റ്റൻസ് ഒക്കെ കൊള്ളാം. ചിലവരൊക്കെ ഭയങ്കര ഓവറായി തോന്നുന്നുണ്ട്, സദാചാരം കളിക്കണ പോലെ തോന്നി. ചിലവര് അതിൻ്റെ ഉള്ളിൽ മീൻസ് കുറെ കാര്യങ്ങൾ കാണിച്ചിട്ടും ബിഗ് ബോസ് അതൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അത് ഞാൻ കൂടുതൽ പറയുന്നില്ല, കൂടുതലായിട്ട് പിന്നീട് പറയായിരിക്കും നല്ലത്. എന്താണെന്നുള്ള സത്യം ഞാൻ ഒന്നും കൂടി പഠിക്കാനുണ്ട്, പഠിച്ചെടുക്കട്ടെ, അതല്ലേ നല്ലത്. ഇപ്പൊ ഈ നന്ദന ഇപ്പൊ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചോദിക്കുകയാണ്, ഇപ്പൊ അനുമോളുടെ ഒരു കേസ് ഉണ്ടായിരുന്നു, ലാലട്ടൻ വരെ വന്ന് ഭയങ്കരമായിട്ട് കീറി ഷൗട്ട് ചെയ്ത്. അപ്പൊ അത് അനുമോൾ ഇപ്പോഴും ആ ഒരു കാര്യത്തിൽ ഉറച്ചു ഞാൻ കണ്ടു എന്ന് പറയാണ്. നന്ദനക്ക് എന്താ തോന്നുന്നത് ഇതിനകത്ത്? നമ്മൾ ആ ഒരു ഷോയിൽ കണ്ടത് ജസ്റ്റ് ആളെ ഡ്രസ്സ് കയറ്റിയിടുന്നത് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ വേറെ എന്തോ വീഡിയോസ് ഒക്കെ കണ്ടു, എന്തോ പുതപ്പിൻ്റെ ഉള്ളിൽ. അത് നമ്മൾ സീരിയസ് ആയിട്ട് ശരിക്കും ഞാൻ കണ്ടിട്ടില്ല, ഞാൻ വീഡിയോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ബിഗ് ബോസ് എന്ന ഷോ എന്ന് പറഞ്ഞാൽ ഞാൻ കയറിയിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ. അതിൻ്റെ ഉള്ളിൽ എന്താണ് കാണിക്കുന്നത്, എന്താണ് അവർ പുറത്ത് വിടുന്നുള്ള ഔട്ടെന്നൊക്കെ നമുക്കറിയാം. ഞാനിപ്പോൾ പെങ്ങൾ കുട്ടി കാർഡ് എന്നൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ആ കാർഡ് ഇറക്കി ഈ കാർഡ് ഇറക്കി എന്നൊക്കെ. നമ്മളതിൻ്റെ ഉള്ളൊരു സൗഹൃദം മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ. പക്ഷേ ഇവർ പുറത്തേക്ക് വരുന്നത് പെങ്ങളാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പുറത്തേക്ക് വരുന്നത്. നമ്മൾ എന്തൊക്കെ വേണ്ടാന്ന് നമ്മൾ ഒരു സാധനം പ്രതീക്ഷ ഉണ്ടാവില്ല, ആ സാധനമാവും ചിലപ്പോൾ ഇവർ കാണിക്കുക. അവരുടെ ഗെയിമുണ്ട്, അവരാണ് എഡിറ്റ് ചെയ്യണതൊക്കെ തീരുമാനിക്കുക. അവർക്ക് എന്താണ് പുറത്തേക്ക് കാണിക്കേണ്ടത് അവരതല്ലേ കാണിക്കുള്ളൂ. അനുമോൾ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാവരും ഒരു പെൺകുട്ടിയാണ്, അത് ജിസേൽ എന്ന് പറഞ്ഞൊരു ചേച്ചി പെൺകുട്ടിയാണ് അത്. പക്ഷേ എല്ലാവരും മുമ്പിൽ വെച്ച് പറഞ്ഞപ്പോൾ മോശമായിപ്പോയി. ആളൊരു സദാചാരം, ലാലേട്ടൻ അത് ഭയങ്കര ദേഷ്യം. അത് നടന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, കാര്യം എല്ലാവർക്കും പറയണോണ്ട് കുഴപ്പമില്ല. ഉമ്മ വെച്ചോട്ടെ, ഒരു പ്രശ്നമില്ല. അവര് ഹിന്ദി ബിഗ് ബോസിലൊക്കെ എന്താ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഹിന്ദി ബിഗ് ബോസിൽ ഉമ്മ മാത്രമല്ല, മീൻസ് അങ്ങനെയല്ല, എല്ലാ പരിപാടിയും നടക്കണം. അപ്പൊ ഹിന്ദി ബിഗ് ബോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതൊരു മലയാളം ബിഗ് ബോസ് ആണ്. അനുമോൾ പറയണേ പ്രേക്ഷകരൊക്കെ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് അനുമോൾ പറഞ്ഞത്. ഇനിയിപ്പോ അനുമോളുടെ ഭാഗത്താണോ ശരി, ജിസേലിന്റെ ഭാഗത്താണോ ശരി എന്നൊന്നും നമുക്കറിയില്ല, നമ്മളതിന്റെ ഉള്ളിലില്ല. നടന്നിട്ടില്ലെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. നീ എന്താവോ ലാലേട്ടൻ വിശ്വസിക്കുന്നു ഞാൻ. അതെ, സദാചാര അമ്മായി എന്നാണ് വിളിക്കുന്നത്. സദാചാര അമ്മായി അതിനെന്താ പറയാനുള്ളത്? ഓരോരുത്തർക്കും എനിക്കുണ്ടല്ലോ ഓരോ പേരുണ്ടായിരുന്നല്ലോ, പെങ്ങളുകുട്ടി എന്നൊക്കെയുള്ള. അതുപോലെ സദാചാര അമ്മായിന്ന് ചിലപ്പോ ആൾക്ക് പുറത്തിറങ്ങുമ്പോ എന്താ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്? അങ്ങനെയല്ല, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ല. ഉമ്മയ്ക്ക് എനിക്കിപ്പോ ഒരാളവിടെ ഉമ്മയ്ക്കെന്ന് വെച്ചാൽ ഞാൻ ഉമ്മയ്ക്കും എന്താ ഉമ്മ വെച്ചാൽ കുഴപ്പം. ഒരു പെണ്ണാണാകുമ്പോ ഉമ്മ വെച്ചിരിക്കും. അതൊരു ഷോ എന്ന് പറഞ്ഞിട്ട് വീട്ടുകാർ കാണുന്ന ഷോയാണ്. എല്ലാവരും ഇപ്പോ എന്താ ഒന്ന് കട്ട് ചെയ്ത് ഉമ്മ വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടേ ഒന്ന് കട്ടി വെച്ചാ ഓക്കെ. നാണക്കേട് നാണക്കേട് അങ്ങനെയൊന്നുമില്ല. ഇനിയിപ്പോ വല്ല മറ്റേ വീട്ടുകാരൊക്കെ കണ്ടിട്ട് ഇനി പൊങ്കാല ആറ്റുകാല പൊങ്കാല ഇടണ്ടല്ലോ. ഉണ്ണേട്ടൻ ഫാസ്റ്റ് പിന്നെ ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ചെയ്യുന്നത് രേണുസുതി ഒരു കണ്ടസ്റ്റന്റ് പുറത്തുപോയി. പക്ഷെ ഭയങ്കര കമന്റുകൾ വരുന്നത് എന്തിനാണ് ഇങ്ങനത്തെ വെറും എന്താ പറയാ മോശം കണ്ടസ്റ്റന്റിനെ ഇതിനകത്ത് കയറ്റിയത്. ഒരു കാര്യവും നടന്നിട്ടില്ല, വെറുതെ ഫുഡ് അടിച്ച് കിടന്നുറങ്ങാന്നല്ലാതെ ഒരു സാധനം ഇതുവരെ രേണുസുതിന്റെ ഭാഗത്ത് ഒരു കണ്ടന്റ് പോലും വന്നിട്ടില്ല. പച്ചക്ക് അരിയൊക്കെ തിന്നുണ്ടായി. പിന്നെ പയറെന്നൊക്കെ പറഞ്ഞ് പുഷ്പന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ മറ്റേ പയറുമണി പോലെ കിടന്നു ചുരുണ്ടായിരുന്നു. അതിനെന്താ പറയണ രേണുസുതിന്റെ? ഞാൻ പറയുകയാണെങ്കിൽ രേണുസുതി പുറത്ത് നിന്നിട്ട് രേണുസുതി പുറത്ത് നിന്നിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ പൊളിക്കും, കപ്പടിച്ചിട്ടേ വരൂ, നല്ല സ്മാർട്ടായി സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഉള്ളിൽ പോയപ്പോൾ ആള് മെന്റലി ഓക്കെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസ് ആളുടെ ഒരു മറ്റുള്ളവർക്കുള്ള ഒരു അവസരവും ആളാണ് എടുത്തുകൊണ്ടായിട്ട് തട്ടിയെടുത്തിട്ടുണ്ടോ. പക്ഷെ അതിനോട് ഞാൻ യോജിക്കുന്ന ആൾക്ക് കുറച്ചുകൂടി ഉഷാറായെങ്കിൽ കുറച്ചുകൂടി നാൾ നിൽക്കായിരുന്നു. ആള് വീട്ടിലേക്ക് പോകണം, എപ്പോൾ നോക്കിയാലും വീട്ടിലേക്ക് പോകണം, ബിഗ് ബോസ് എന്നെ ഒന്ന് തുറന്നു വിടൂ, പ്രധാന വാതിലും തുറക്കൂ. അത് ഉള്ളിലിരിക്കുന്ന ആള് പറഞ്ഞിട്ട് കാര്യമില്ല. ബിഗ് ബോസുകാർ തീരുമാനിക്കണം എന്താ ചെയ്യേണ്ടതെന്നല്ലോ. ഇവര് കയറി പോകുമ്പോ അങ്ങനെ ഒന്നല്ലല്ലോ പറഞ്ഞത്, അങ്ങനെയല്ലല്ലോ പറഞ്ഞിരുന്നത്. ഇവര് എന്താ തീരുമാനിക്കുന്നത്, ഇവർക്ക് ബിഗ് ബോസുകാർക്ക് എന്ത് തീരുമാനിച്ചാലാണ് രേണുസുതിനെ പുറത്തിറക്കാൻ പറ്റുള്ളൂ. ലാസ്റ്റ് സൈ കെട്ടിട്ടാണ് തോന്നുന്നത് ബിഗ് ബോസ് പുറത്തേക്കാക്കിയത്. ആളുടെ ഇഷ്ടത്തിനല്ല ബിഗ് ബോസിൽ നടക്കേണ്ട ആവശ്യം. ആള് കണ്ടന്റ് കൊടുക്കണ്ടോ ഇല്ല, ചോറുണ്ടോ കറക്റ്റ് സമയത്ത് ചോറുന്നുണ്ട്, കറക്റ്റ് സമയത്ത് ഉറങ്ങുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആ ചേട്ടാ ഇതാ ഞാൻ ഇതിൻ്റെ ഉള്ളുണ്ടേ, ഇപ്പോൾ വരാട്ടാ. ചേട്ടൻ കൂടെ വരുന്നുണ്ടാ? ഈ ബ്ലാക്ക് കാറിന്റെ ഉള്ളുണ്ട്. അതുപോലെ തന്നെ ഈ അനുമോളുടെ നാടക കരച്ചിലൊക്കെ കണ്ടിരുന്നോ ബിഗ് ബോസിൽ? ഞാൻ ഒരു കാര്യം പറയട്ടെ ചേട്ടാ, ഒരാള് ഇമോഷണൽ ആവണത് നാടകം എന്ന് പറയാൻ പറ്റില്ല. ആൾക്ക് ചിലപ്പോ എപ്പോഴും അത് ശരിയാണ്, എപ്പോഴും ചിലപ്പോ കരച്ചിൽ കാർഡ് ഇറക്കണമെങ്കിലോ, പ്രേക്ഷകർക്ക് വീട്ടമ്മമാർക്ക് കുറച്ച് സിമ്പതി പറ്റുന്ന ആഗ്രഹമാണെങ്കിലോ, ചിലപ്പോൾ അതായിരിക്കും ആളുടെ ഗെയിം. ഓരോരുത്തർക്കും ഓരോ ഗെയിം ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ സീസണിലോ ഫുൾ ടൈം കരച്ചിൽ അത്ര നല്ലതല്ല. ആള് കുറച്ചും കൂടി ആക്റ്റീവായി നിന്ന് ഉഷാറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായി നിൽക്കാം. ആള് പുറത്ത്
പുറത്ത് ബിഗ് ബോസിൽ എന്താ പറയാ നല്ലതാണ്, പോളില്ല നിങ്ങളോടൊക്കെ പറയണ്ടായിരുന്നില്ല എല്ലാ മീഡിയസിനോട് അത് പോളില്ലെന്ന് പറയാൻ ശരിക്കും പുറത്ത് പറയാൻ പാടില്ല, എന്നാലും കുറച്ചെങ്കിലും ഒരു ഹിന്റ് തരായിരുന്നു. ആളൊരു വീഡിയോയിൽ പറഞ്ഞു കേട്ട് ഞാൻ ബിഗ് ബോസിൽ പോകുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ. കരച്ചിൽ അത്ര നല്ലതൊന്നല്ല, എന്നാലും കുറച്ചൊക്കെ കുറയ്ക്കാം കരച്ചിലും സദാചാരമൊക്കെ. ഈ ജിസയിൽ ലിപ്സ്റ്റിക് ഇടുന്ന അനിമോൾക്ക് എന്തിന്റെ സൂക്കേടാന്ന് എനിക്ക് മനസ്സിലാവില്ലേ ദൈവമേ. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടല്ലേ, ലിപ്സ്റ്റിക് ഇടണോ അത് ഇടുന്നൊക്കെ. ഉമ്മ വയ്ക്കുന്ന ഓരോരുത്തർ ഇഷ്ടല്ലേ. ഇപ്പൊ എന്റെ ഇഷ്ടത്തിലല്ല ഞാൻ എല്ലാവരും ഉമ്മ വയ്ക്കുകയല്ലേ. അതൊക്കെ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ആൾക്ക് ആളുടേതായ ഒരു വ്യക്തിപരമായ നിലപാട് വേണം. നിലവാരമില്ല അതൊക്കെ നിന്ന് കഴിഞ്ഞാൽ കാര്യമുണ്ടോ? നോറച്ചിച്ച് പറയണ പോലെ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ നന്ദന എന്നൊരു കണ്ടസ്റ്റൻസ് കോമണർ ആയിട്ടാണ് കയറിയത് ബിഗ് ബോസിൽ. ഈ പ്രാവശ്യത്തെ കോമണർ ആയിട്ട് കയറിയത് നന്ദന നാട്ടുകാരനാണ് അനീഷേട്ടൻ, തൃശ്ശൂർക്കാരനായ അനീഷേട്ടൻ. എങ്ങനെയുണ്ട് അനീഷേട്ടൻ? എനിക്ക് ആളെ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ബിഗ് ബോസ് ഹൗസിൽ ഇഷ്ടമുള്ള ആളെന്ന് പറഞ്ഞാൽ അനീഷേട്ടനാണ്. ഇഷ്ടമില്ലാത്ത ആളുണ്ട് ഇപ്പൊ വൈൽഡ് കാർഡായിട്ട്. എനിക്കിഷ്ടമല്ല, മസ്താനി എന്ന് പറഞ്ഞ ആളെ എനിക്ക് ഇഷ്ടമല്ല. കാരണം കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരാള് മറ്റേ ഷെയ്ത്തയുടെ അമ്മ പറഞ്ഞു എല്ലാവരും ഇഷ്ടമാണ് മസ്താനിനെ ഒഴിച്ച് ബാക്കി. കാരണം എന്താ വെച്ചാൽ ആളുടെ വീട്ടിൽ പുറത്ത് നടക്കണ കാര്യങ്ങൾ ഉള്ളിൽ വന്ന് പറഞ്ഞ് റെന എന്ന് പറഞ്ഞ കുട്ടിയുടെ ബോയ് ഫ്രണ്ടിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ഭയങ്കര മോശമായിട്ട് സംസാരിക്കും. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ആൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ബിഗ് ബോസിൽ പറയാൻ പാടില്ല. നമ്മളും വൈൽഡ് കാർഡായിട്ട് കയറി വന്നതാണ്. അതെ, അതൊക്കെ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ വൈൽഡ് കാർഡായിട്ട് കയറി വന്നത്, നമ്മളൊന്നും പുറത്തൊന്നും പറഞ്ഞിട്ടില്ല. ആളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളത് നിയമം ശരിക്കും പാലിക്കണമായിരുന്നു. ഇങ്ങനെ തെണ്ടിത്തരം കാണിക്കാൻ പാടില്ലായിരുന്നു. പുറത്ത് അവരുടെ അവിടെ നാക്ക് ഉള്ളിലെടുത്ത് വെച്ചോട്ടെ മസ്താനി എന്ന് പറഞ്ഞ വ്യക്തി. പക്ഷെ അത് കടന്നിട്ട് പുറത്ത് കടന്നിട്ട് ബിഗ് ബോസിൽ കടന്നിട്ട് വിളച്ചിലെടുക്കണ്ടെന്ന് ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് ഒന്നാമത്തെ ആളെ എനിക്ക് അത്ര പേഴ്സണലി ഇഷ്ടമല്ല. അതെ, അതൊക്കെ ഒരു അത്രയും ചീപ്പായിട്ടുള്ള കാര്യം. ഞാൻ പറയാമല്ലോ, ചീപ്പായിട്ടുള്ളൊരു സംസാരമാണ് മസ്താനി പറഞ്ഞത്. ഒക്കെ പുറത്ത് നടക്കുന്ന കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ആൾക്ക് മനസ്സിൽ വെച്ചാൽ മതിയില്ല. എന്തിനത് ബിഗ് ബോസിൽ വന്നിട്ട് പറയണം. അങ്ങനത്തെ കാർഡ് എടുത്തിട്ടല്ല കളിക്കണ്ട. അവനവൻ സ്വന്തമായിട്ട് നിലപാടിൽ കളിക്കണം. അല്ലെങ്കിൽ അങ്ങനത്തെ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ആളത് കാരണം പേഴ്സണലി ഇഷ്ടം. ഇനി ഇഷ്ടപ്പെടാൻ ചിലപ്പോ ഇപ്പൊ ഇഷ്ടമല്ല. ഇപ്പൊ നിലവില് എല്ലാരും പറയുന്നത് അനീഷ് കപ്പടിക്കുന്നാണ് പറയുന്നത്. എങ്ങനെയുണ്ട് അതിനെ പറ്റി? കപ്പടിച്ചു ആള് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന ആളാണ്. ഒറ്റയ്ക്ക് നിന്ന് പറയുന്നു. ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്കിപ്പോ ബിഗ് ബോസ് എനിക്ക് ഈ സീറ്റ് കിട്ടിയില്ല അതെന്നെ പറഞ്ഞോണ്ടിരിക്കും. ബിഗ് ബോസ് എനിക്ക് ഈ സീറ്റ് കിട്ടിയില്ല, ബിഗ് ബോസ് എനിക്ക്. അത് ഭയങ്കര ഇറിറ്റേഷനാണ്. ബാക്കിയൊക്കെ അനീഷയുടെ സെറ്റാണ്. അത് അനീഷന്റെ ഗെയിം ആയിരിക്കും ചിലപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്നെ കൊണ്ടൊന്നും ആള് പോയി തോന്നുന്നുണ്ട് കേട്ടോ ദൈവമേ. അപ്പൊ അത് ആളുടെ ഗെയിം ആയിരിക്കും. ഈ സീസണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാള് എന്ന് പറയുന്നത് അനീഷേട്ടൻ തന്നെയാണോ? അനീഷേട്ടന് ഇഷ്ടം. അക്ബർ ചേട്ടൻ ഭയങ്കര എന്താ പറയാ, അക്ബർ ചേട്ടൻ കാര്യങ്ങൾ പോയിന്റ് ആയിട്ട് പറയും. ആള് രേണു ചേച്ചിനെ വിളിച്ചത് ഭയങ്കര മോശമായിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞിട്ട്. അയാൾ ക്ഷമ ചോദിക്കുകയും ചെയ്തു. ആളെന്താ കാര്യങ്ങളായിട്ട് നന്നായി പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അക്ബർ ചേട്ടൻ. ഷാനവാസ് ചേട്ടൻ കുഴപ്പമില്ല. പിന്നെ അതിൽ കുറേ പേർക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ജിസയിലെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആരിൻ്റെ കൂടെ നിന്ന് അങ്ങനത്തെ ഒരു കോംബോ പോലെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെയുള്ള ഒരു ഇത് കളിക്കണോണ്ട്. ഗബ്രി ജാസ്മിൻ ഒരു കോംബോ ഭയങ്കര ഹിറ്റ് ആയിരുന്നു. അതെ, അതേപോലത്തെ ഒരു കോംബോ ആണോ ആര്യൻ ജിസേൽ? ഏജ് ഡിഫറൻസ് ഒരു പ്രശ്നമല്ല. പക്ഷെ എന്നാലും കോംബോ ഇഷ്ടം. അവരെ നോക്കി മനസ്സിലാവുന്നില്ല അതെന്താണെന്നുള്ളത്. അതെ, ഓരോരുത്തർക്ക് അറ്റാച്ച്മെന്റ് വരുന്നതാണല്ലോ. പ്രണയം ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ പോകണം. ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള നിലയ്ക്കാവും. അല്ലാണ്ട് നമ്മൾ പ്രണയിക്കാൻ ഇപ്പൊ പേളി ശ്രീനിഷ് അവരൊക്കെ രണ്ടാളും കല്യാണം കഴിച്ചു പ്രണയിച്ചിട്ട്. അത് ബിഗ് ബോസിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാളും ഇഷ്ടത്തിലാണെന്നുള്ളത്. അവർ എന്നിട്ട് കല്യാണം കഴിക്കുകയും ചെയ്തു. അതൊക്കെ നല്ല കാര്യമാണ്. പുറത്തിറങ്ങിയിട്ട് പിന്നെ ആ ഫ്രണ്ട്ഷിപ്പ് തുടരുന്നുണ്ടെങ്കിൽ നല്ലത്. പിന്നെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ദിൽവാലെ കുച്ചിനേക്കുക. എനിക്കൊരാളെയും ഇഷ്ടമല്ലായിരുന്നു ബിഗ് ബോസിൽ. എല്ലാവരും ഞാൻ എൻ്റെ ബ്രദേഴ്സിനെ പോലെയാണ് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓൾറെഡി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇഷ്ടപ്പെടുന്ന ആവശ്യമില്ലല്ലോ. ഒരാളെ തന്നെ മനസ്സിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ ആളെ തന്നെ അല്ല നോക്കേണ്ടത്. അല്ലാണ്ട് വേറെ ഒരാളെ നമ്മൾ ആ സമയത്ത് നോക്കാൻ പാടില്ലല്ലോ. അതാണ് എൻ്റെ ഒരു വ്യക്തിത്വം. ഇവിടെ ഒരു അതെ, ഇപ്പൊ ബിഗ് ബോസ് ഇപ്പൊ സീസൺ 7 എത്തി. ഇപ്പൊ കഴിഞ്ഞ സീസൺ വരെ ലാലേട്ടന്റെ അടുത്ത് എല്ലാ കണ്ടസ്റ്റന്റിനും നല്ല റെസ്പെക്ട് ആയിരുന്നു. ഉറപ്പായിട്ടും അത് പറയണമെന്നുണ്ടായിരുന്നു. ഇപ്പോ അത് പല രീതിക്ക് ലാലേട്ടൻ തന്നെ പല ഫേസിലും അതിന്റെ ഒരു എക്സ്പ്രഷൻസ് കയർത്ത് സംസാരിക്കുക, കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുക. അതായത് നിങ്ങളുടെ സീസൺ വരെ അടിപൊളിയായിരുന്നേ. ഇപ്പോ അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഈ സീസൺ തുടങ്ങിയിരിക്കുകയാണ്. ഈ സീസണിൽ ഭയങ്കര രീതിയിൽ ഇപ്പോ പല രീതിക്കുള്ള ടോക്കുകൾ വരുന്നുണ്ട്. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ കമന്റ് സെക്ഷനിലടക്കം ലാലേട്ടന്റെ ഇങ്ങനത്തെ ഒരു സംസാരം നടന്നു വരുന്നുണ്ട്. എങ്ങനെ നോക്കി കാണും നിങ്ങള്? ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഞാനൊക്കെ കാണുന്ന എന്താ പറയാ മഹാനടൻ. ഒരു നമുക്ക് കാണുമ്പോൾ തന്നെ ആള് ഫുൾ ഒരു സിംഹത്തിന്റെ പോലെ. ഞാൻ ബിഗ് ബോസിൽ പോകുമ്പോൾ അവിടെ ബാക്കിൽ നിന്ന് പെട്ടെന്ന് വരിക ആള് കാണുമ്പോൾ തന്നെ കാലം വീണു പോകും. ആള് വലിയൊരു മനുഷ്യൻ തന്നെയാണ്. അല്ല, ആളും ഒരു മനുഷ്യനാണ്. പക്ഷെ നമുക്ക് ആളെ കാണുമ്പോൾ ചെറുപ്പം മുതൽ ആൾ കണ്ടു തുടങ്ങുന്നതാണ്. അപ്പൊ ആളൊരു റെസ്പെക്ട് അവിടെ. ഞാൻ പറയാലോ, ഫസ്റ്റ് എൻ്റെ പേര് പറയാം, ആര്യൻ. തീരെ റെസ്പെക്ട് ഇല്ല. എന്താണ് സംസാരിക്കണത്, ലാലേട്ടനാണോ അതോ അവിടെ നിൽക്കണം അപ്പുറത്ത് നിൽക്കണം ആരാണെന്നുള്ള ആൾക്കൊരു ചിന്തയില്ല. നന്നായി റെസ്പെക്റ്റ് ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ
എന്താ പറയുക, ലാലേട്ടൻ ഒരു സന്തോഷം ഉണ്ടാവും. ഈ കഴിഞ്ഞ ഓണത്തിന് ഈ ഓണത്തിന് ലാലേട്ടൻ പോയിട്ടുണ്ടായിരുന്നു ഹൗസിൻ്റെ ഉള്ളിലേക്ക്. അവർക്ക് എന്തോ ഒരു ചോക്ലേറ്റ് എന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഗോൾഡ് പേപ്പർ ആയിട്ട്. അത് ലാലേട്ടൻ എല്ലാവർക്കും എടുത്ത് കൊടുക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവുക. അത് കൈയിട്ട് വാരി എടുത്തുകൊണ്ട് എനിക്ക് മനസ്സിലാവില്ല ഇത് എന്താ ചെയ്യണേന്നുള്ളത്. അങ്ങനെയൊന്നും നമ്മുടെ സീസണിൽ അവർ ലാലേട്ടൻ തരുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ്. നമുക്കൊരാൾ അത് മഹാനടനായ ലാലേട്ടൻ തരുമ്പോൾ നമുക്ക് കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ ആളുടെ കയ്യിൽ നിന്നാണ് കിട്ടുന്നത്. ഞാൻ ലാലേട്ടൻ്റെ ഒപ്പം എൻ്റെ വീട്ടിലെ ഫ്രെയിം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതിൻ്റെ ഒപ്പം ഗോൾഡ് കോയിൻ അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ അത്രയും നമ്മൾ മനസ്സിൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ലാലേട്ടൻ എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ റെസ്പെക്റ്റ് ഇല്ലാണ്ട് സംസാരിക്കണം അത്രയും മോശമായ കാര്യമാണ്. ലാലേട്ടന് അതിൽ ഭയങ്കര വിഷമമുള്ളത് കൊണ്ടാണോ ഇപ്പോഴത്തെ സീസണിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ടൻ ഭയങ്കര രീതിയിൽ ഷൗട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ഭയങ്കര രീതിയിൽ അവരെ ലാലേട്ടൻ ഞാൻ ഒരു കാര്യം പറയട്ടെ, ലാലേട്ടനോട് അവർ പറയുന്ന കാര്യങ്ങളാണ് ലാലേട്ടൻ ചെയ്യാം. ലാലേട്ടൻ ഒരു സാലറിക്ക് നിൽക്കുന്ന മനുഷ്യനാണല്ലോ, അല്ലേ? അപ്പൊ പിന്നെ അവർ പറയുന്ന കാര്യങ്ങളല്ലേ ചെയ്യണ്ടേ? ലാലേട്ടൻ ഷൗട്ട് ചെയ്യുന്നത് അവർ കാര്യങ്ങൾ കണ്ടോണ്ട് ബിഗ് ബോസിൽ ആൾക്കാർ കണ്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ വ്യക്തമായി. ലാലേട്ടൻ ഇപ്പോൾ ബിഗ് ബോസ് കാണുന്ന ചില ഭാഗങ്ങൾ കാണും. അപ്പോൾ അത് കണ്ടിട്ട് ലാലേട്ടൻ്റെ ദേഷ്യം വരുമ്പോൾ ലാലേട്ടൻ അത് ഷൗട്ട് ചെയ്ത് സംസാരിക്കും. നമ്മളെല്ലാവരും ഇപ്പോൾ സാലറിക്ക് നിൽക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പണിയെടുക്കണ്ടേ? ഇപ്പൊ കൂടുതൽ ബിഗ് ബോസ് സീസൺ 7 ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കുന്നത് ലാലേട്ടനാണെന്ന് പറയുന്നുണ്ട്. ലാലേട്ടനാണ് ഇപ്രാവശ്യത്തെ കപ്പടിക്കേണ്ടത്. സത്യം പറയാലോ, ലാലേട്ടാണ് കപ്പ് കൊണ്ടിരണ്ടേ. ലാലേട്ടൻ കപ്പടിക്കട്ടെ, ലാസ്റ്റ് പോയിട്ട് എല്ലാവരും പുറത്താക്കിയിട്ട് ലാലേട്ടൻ അടിക്കട്ടെ. ഈ അനുമോളുടെ ഈ പറഞ്ഞ പോലത്തെ ഒരു നാടകം പോലത്തെ ഒരു ഫീലിംഗ് നന്ദിനൊക്കെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? നാടകം നല്ല ചേട്ടൻ, നമ്മുടെ കഴിഞ്ഞ സീസണിലായാലും ഓരോരുത്തരെ ഗെയിം എടുത്തിട്ടുണ്ട്. നമുക്ക് ഞാൻ പറഞ്ഞു, ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയ വ്യക്തിയായതുകൊണ്ട് എനിക്ക് അങ്ങനെ ആരും പറയാനൊന്നും പറ്റില്ല. ആരാ വരണേ? പറയാനൊന്നും പറ്റില്ല. ഈ പ്രാവശ്യം തിരിച്ച് ബിഗ് ബോസിൽ പോകുന്നുണ്ടോ? വൈൽഡ് കാർഡ് എൻട്രി അങ്ങനെ നന്നായിട്ടില്ല. എന്നെ ഇതുവരെയായിട്ടും വിളിച്ചിട്ടില്ല. നിന്റെ മറ്റേ കൂട്ടുകാരൻ ബിഗ് ബോസ് പോയിട്ടുണ്ട്. അതെനിക്കറിയാം, എന്നെ വിളിച്ചിരുന്നു. കൊണ്ടുപോയില്ലേ? അവര് മൂവിയുടെ എന്തോ പ്രൊമോഷന് വേണ്ടി പോയതല്ലേ? ഇതാ പറഞ്ഞു നമ്മുടെ ബൈ ബൈ. ഓക്കെ.